ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ സ്വിഫ്റ്റ് ഡിസയർ. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗണിന് മുമ്പാണ് മാരുതി ഒരു ഫേസ് ലിഫ്റ്റ് ഡിസയർ ഇന്ത്യൻ നിരത്തിൽ അവതരിപ്പിച്ചത്. പക്ഷേ ഒരു ലോക്ക്ഡൗണിൻ്റെയൊക്കെ വിഷയമായതുകൊണ്ട് തന്നെ വണ്ടി എത്താനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതായത് പ്ലാന്റുകളൊക്കെ അടച്ചിട്ടു, അതുകൊണ്ട് തന്നെ ട്രാവലിംഗ് ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ട്രക്കുകളുടെ ഒക്കെ യാത്രയുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് തന്നെ വണ്ടികൾ എത്താനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കുറച്ച് വൈകിയാണ് നമുക്ക് ഈ ഒരു വണ്ടി ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു ചരിത്ര വണ്ടിയെന്നോ അല്ലെങ്കിൽ സ്പെഷ്യൽ വണ്ടി അങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ പല വിശേഷങ്ങളും ഈ ഒരു വണ്ടിക്ക് നൽകാൻ കഴിയും. കാര്യം വേറെ കൊണ്ടല്ല, ഒരു 2008 സമയത്താണ് മാരുതി ഡിസയർ എന്ന ഒരു മോഡൽ ഇന്ത്യൻ നിരത്തിൽ അവതരിപ്പിച്ചത്. ഏകദേശം ഈ ഒരു 12 വർഷം കൊണ്ട് 20 ലക്ഷത്തിൽ പരം യൂണിറ്റ് ഡിസയറുകൾ വിപണിയിൽ എത്തിക്കാൻ മാരുതിയെ കൊണ്ട് സാധിച്ചു. അത് എനിക്ക് പറയുകയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു വാഹനം എന്ന് നമുക്ക് ഈ ഒരു ഡിസയറിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു എതിരാളികളോട് കമ്പയർ ചെയ്യുമ്പോൾ പല ആൾക്കാരും പലതരത്തിലുള്ള ഒരു പോരായ്മകൾ പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതൊന്നും ഈ ഒരു ഡിസയറിൻ്റെ വിൽപ്പനയിൽ ബാധിച്ചിട്ടില്ല. എന്താ പറയുക, മറ്റുള്ള എതിരാളികളെയൊക്കെ അസൂയപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടിയുടെ ഒരു വിൽപ്പന. അതായത് നമ്മൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസത്തെ ലിസ്റ്റ് എടുത്താൽ തന്നെയും ഒരു ടോപ്പ് 10 ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാരുതിയുടെ ഒരു 3-4 വണ്ടികൾ നമുക്ക് ആ ഒരു ടോപ്പ് 10 ലിസ്റ്റിൽ കാണാൻ സാധിക്കും. അതിലൊരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ഡിസയർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വില സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഒരു ഡിസയറിൻ്റെ ഒരു ബേസ് വേരിയൻ്റെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 7,20,000 ഈ ഒരു ഡിസയറിൻ്റെ ഒരു ബേസ് വേരിയൻ്റെ ഒരു വില സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ടോപ്പ് എൻഡിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10,69,000 വരെയാണ് ഈ ഒരു ഡിസയറിൻ്റെ ഒരു ടോപ്പ് വേരിയൻ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ടോപ്പല്ല, അതിന് തൊട്ട് താഴെയുള്ള ഒരു വേരിയൻ്റാണ് നമ്മളിന്ന് ഇവിടെ റിവ്യൂ ചെയ്യുന്നത്. അതായത് ZXI പ്ലസ് ആണ് ടോപ്പ് വേരിയൻറ്റ്. ഇതൊരു ZXI എന്നൊരു വേരിയൻ്റാണ്. ഇതിൻ്റെ ഒരു പ്രൈസിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 9,73,000 ഈ ഒരു വേരിയൻ്റെ ഒരു പ്രൈസ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഡിസൈനിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ പരിശോധിക്കുന്നത് നിങ്ങൾക്ക് കാണാം, ഒരു പഴയ ഡിസൈനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ബോൾഡായിട്ടുള്ള ഡിസൈനാണ് നമുക്ക് കാണുന്നത്. അത് തന്നെ അതിൽ എടുത്ത് പറയേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഗ്രില്ലാണ്. നമ്മളൊരു പഴയ വണ്ടിയോട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഗ്രില്ലും എയർ ഡാമും രണ്ട് രീതിയിലായിരുന്നുവെങ്കിൽ ഈ ഒരു വണ്ടിയിലേക്ക് കടക്കുമ്പോൾ ആ ഒരു ഗ്രില്ലും എയർ ഡാമും എല്ലാം ഒരേ ഒരു വലിയൊരു ഗ്രില്ല് പോലെയാണ് നമുക്ക് കാണുന്നത്. അത് കുറച്ചുകൂടി ഒരു ബോൾഡായിട്ടുള്ള ഒരു ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഗ്രില്ലിന് ചുറ്റും തന്നെ ഒരു ക്രോമിൻ്റെ ഒരു എലമെൻറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ നേരെ തന്നെ ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ ഒരു പോർഷൻ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയും ചെറിയൊരു റീഡിസൈൻ മാരുതി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നേരത്തെയുള്ള വണ്ടിയിലും ഈ ക്രോമിൻ്റെ ഒരു എലമെൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു രീതിയിലല്ല, കുറച്ചുകൂടി മാറിയായിരുന്നു ക്രോം എലമെൻറ്റ് നൽകിയിരുന്നത്. അപ്പോൾ ഈ വണ്ടിയിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫോഗ് ലാമ്പിനോട് ചേർന്ന് തന്നെയാണ് ആ ഒരു ക്രോം എലമെൻറ്റ് നൽകി. അതും ഒരു ഒരു നല്ലൊരു ബോൾഡായിട്ടുള്ള ഡിസൈനാണ്, നല്ല തിക്നെസ്സിലാണ് ആ ഒരു ക്രോം എലമെൻറ്റ് മാരുതി കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ച് കട്ടി കുറഞ്ഞ രീതിയിലൊന്നുമല്ല, കുറച്ചൊരു ബോൾഡായിട്ടുള്ളൊരു ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, ഒരു പഴയ രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ്. ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ നമുക്ക് പ്രൊട്ടക്റ്റബിൾ ഹെഡ് ലാമ്പും അതുകൊണ്ട് DRലും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വേരിയൻറ്റിലേക്ക് കടക്കുമ്പോൾ അതൊന്നും വരുന്നില്ല. പിന്നീട് ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഫ്രണ്ട് പോർഷനിലെ മാറ്റം, പ്രത്യേകിച്ച് വേറെ എടുത്തു പറയാനില്ല. ഈ ഒരു ഗ്രില്ലും ആ ഒരു ഫോഗ് ലാമ്പിൻ്റെ ആ ഒരു പോർഷൻ കുറച്ച് റീഡിസൈൻ ചെയ്തു, അങ്ങനെ കുറച്ച് മാറ്റങ്ങളേ ഉള്ളൂ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിൽ വന്ന മാറ്റങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കാം. ഈ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത്
നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് മറ്റുള്ള വണ്ടികൾ കണ്ടുവന്നത് പോലത്തെ ഒരുപാട് പവർ ലൈൻസ് അങ്ങനൊന്നും കാണുന്നില്ല. ഒരു ഫ്ലാറ്റ് പോലത്തെ ഒരു ഡിസൈനാണ്. ഒരുപാട് കട്ടിങ്ങുകളോ കറക്റ്റ് ലൈൻസ് അങ്ങനത്തെ ഒന്നും ഇല്ല. പിന്നെ പറയേണ്ട അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു 163 mm ആണ് ഈ ഒരു വണ്ടിയുടെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നൽകി. ഒരു ഭേദപ്പെട്ട ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അതിപ്പം എടുത്തു പറയത്തക്ക ഒന്നും തന്നെ ഇല്ല. മറ്റുള്ള വണ്ടികളോട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു സെയിം രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് മറ്റുള്ള വണ്ടികൾക്കും നൽകാറുള്ളത്. ആ ഒരു സെയിം രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഇതിൻ്റെ ഒരു നീളത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു 4 മീറ്ററിൽ താഴെയാണ് ഇതിൻ്റെ ഒരു നീളം നൽകിയിരിക്കുന്നത്. എന്നാൽ അകത്ത് നമുക്ക് അത്യാവശ്യം സ്പേസ് ഒക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു അലോയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു 15 ഇഞ്ച് അലോയിലാണ് ഈ ഒരു വണ്ടിയിൽ നൽകിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഈ ഒരു ORVM പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബോഡി കളർ ORVM ആണ്. അതിൽ തന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. കീലെസ് എൻട്രി ഓപ്ഷൻ നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആണ്. വേറെ എടുത്തു പറയത്തക്ക ഒന്നും തന്നെ ഇല്ല. ചെറിയൊരു ക്രോമിൻ്റെ എലമെൻറ്റ് കാണാം. ഈ ഒരു A പില്ലറിൽ തുടങ്ങി ഈ ഒരു C പില്ലറിൽ അവസാനിക്കുന്ന രീതിയിൽ ഒരു ക്രോമിൻ്റെ എലമെൻറ്റുകൾ കാണാം. വേറെ ക്രോം എലമെൻറ്റുകളൊന്നും തന്നെ വണ്ടിയിൽ വരുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു സൈഡ് പ്രൊഫൈൽ. വലിയ മാറ്റങ്ങളൊന്നും പഴയൊരു വണ്ടിയുടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ചെറിയ മൈന്യൂട്ടുള്ള ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ ഒരു റിയർ സൈഡ് പരിശോധിക്കുന്ന സമയത്ത് നമ്മളൊരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, മറ്റുള്ള വണ്ടികൾ ഡിസൈൻ ചെയ്യുന്ന രീതിയിൽ പോലെയൊന്നും അല്ല മാരുതി അവരുടെ ഡിസൈൻ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് അവർ മാരുതി ഡിസൈറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റിയർ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം വളരെ ഒതുക്കിയും വളരെ സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ആൻറ്റിന കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫോക്കൽ ലൈൻസ് കാണാം. നമുക്കിവിടെ ഒരു ക്രോമിൻ്റെ ഒരു എലമെൻറ്റ് കാണുന്നുണ്ട്. അത് നേരത്തെയുള്ള വണ്ടികളിൽ തന്നെ ഉള്ളതുപോലെ തന്നെ ക്രോമിൻ്റെ എലമെൻറ്റ് കാണാം. സുസുക്കിയുടെ ഒരു ബാഡ്ജിങ്ങും ഡിസയർ എന്ന ഒരു ബാഡ്ജിങ് കാണാം. ZXI എന്നൊരു വേരിയൻ്റാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അതായത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ അല്ല. ഈ ഒരു ടെയിൽ ലാമ്പൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല. ചെറിയ മൈന്യൂട്ടുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. പറയത്തക്ക വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മുടെ ഒരു റിയർ സെൻസേഴ്സ് കാണുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കൂടെ നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹാൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ ഒരു റിമോട്ടിൽ അതിൻ്റെ ഒരു കൺട്രോൾ നൽകിയിട്ടുണ്ട്. ബൂട്ട് സ്പേസ് നോക്കുന്ന സമയത്ത് അത് ഭേദപ്പെട്ടൊരു ബൂട്ട് സ്പേസ് തന്നെയാണ്. ഒരു 378 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് മാരുതി ഈ ഒരു വണ്ടിയിൽ നൽകിയിരിക്കുന്നത്. നമ്മുടെ സ്പെയർ വീൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അലോയ് അല്ല സ്പെയർ വീല്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. വേറെ എടുത്തു പറയത്തേക്ക് മാറ്റങ്ങളൊന്നുമില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഹാൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാം. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്കിനി നിങ്ങൾ പുറമേ ഉള്ള മാറ്റങ്ങളെ കണ്ടല്ലോ. നമുക്കിനി ഇൻറ്റീരിയറിലേക്ക് കിടക്കാം. അതിന് കയറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ഒരു ഡോറ് ഇപ്പം ലോക്കാക്കി. അതിന് നമ്മൾ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വട്ടം അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡോറ് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. ബാക്കി ഡോറുകളൊന്നും തുറക്കാൻ പറ്റില്ല. നമ്മൾ ഒന്നുകൂടി അൺലോക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ ഡോറും തുറക്കാൻ കഴിയുള്ളൂ. അത് നല്ലൊരു കാര്യമാണ്. സേഫ്റ്റി ഒരു കാര്യമായിട്ട് കൊടുത്തേക്കുന്നതാണ്. നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ നോക്കാം. നമ്മളിപ്പം അകത്ത് ഇന്ത്യയിലേക്ക് കടന്ന് നമ്മൾ ഈ ഒരു ഡോർ ഫ്ലാപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെയൊക്കെ ആയിരുന്നെങ്കിലും മാരുതി അവരുടെ ഒരു വണ്ടികളുടെ ഒരു ഇന്റീരിയർ ഡിസൈനിലൊന്നും ഒരുപാട് ശ്രദ്ധ ചെലുത്താറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു കുറച്ച് നാളുകൊണ്ട് തന്നെ ആ ഒരു ഇന്റീരിയർ ഡിസൈനിൽ അവർ ഒരുപാട് ശ്രദ്ധ ചെലുത്താറുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെ നമുക്ക് ഈ ഒരു ഡിസൈർ കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഒരു ഡോർ ഫ്ലാപ്പിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്കൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്നു. ഒരു ഡുവൽ രീതിയിലുള്ളൊരു കളർ പാറ്റേൺ ആണ്. ഒരു ബീജ് പോലത്തെ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു കളറും അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലാക്കിൻ്റെ ഒരു എലമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു വുഡൻ ഫിനിഷ് പോലത്തെ ഒരു എന്താ പറയുക ആ ഒരു ഫിനിഷിംഗും കാണുന്നുണ്ട്. മറ്റുള്ള വണ്ടികൾ വരുന്ന പോലെ തന്നെ പവർ വിൻഡോ സ്വിച്ചസ് എല്ലാം നമുക്ക് ഇവിടെ കാണാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ORVM കൺട്രോൾ ചെയ്യേണ്ട ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് എല്ലാം നമുക്ക് ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ് ഒരു ലെതറിൻ്റെ ഒരു ഫിനിഷിംഗ് നമുക്കിവിടെ കാണുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം രീതിയിൽ തന്നെ ആ ഒരു ഡോർ പാനൽ മാരുതി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്റീരിയറിലോട്ടൊന്ന് നോക്കാം എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മളിൻ്റെ ഒരു ഇൻറ്റീരിയറിലേക്ക് കിടക്കുന്ന സമയത്ത് ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം ഫുള്ളി ഒരു എന്താ പറയുക ഒരു ബീജ് പോലത്തെ ഒരു കളറാണ് നൽകി. കുറച്ചൊരു ഡാർക്കായിട്ടൊരു ഡിസൈൻ പാറ്റേൺ അല്ല, കുറച്ചുകൂടി ഒരു ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ആ ഒരു ഡിസൈനൊക്കെ നോക്കിയാലും അവിടെയും ഒരു ലൈറ്റ് കളറാണ് ഈ ഒരു ഡോർ പാനൽ. നമ്മുടെ ഒരു ഡാഷ്ബോർഡ് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഡാഷ്ബോർഡ് എടുക്കാം.
ഈ ഒരു ഡാഷ്ബോർഡ് നോക്കുന്ന സമയത്ത് എന്താ പറയുക, അത് ഇവിടെ ഈ ഒരു പോർഷനിലായിട്ട് ഒരു ബ്ലാക്ക് ഡിസൈനും ഇവിടെ നമുക്കൊരു വുഡൻ ഫിനിഷ് പോലത്തെ ഒരു ഡിസൈൻ നൽകിയിട്ടുണ്ട്. ആ ഒരു ഡോർ പാനൽ കണ്ട പോലെ അത് കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട്. അവിടെ തൊട്ട് താഴെയായിട്ട് തന്നെ ഒരു ബീച്ച് പോലത്തെ ഒരു 3 കളറിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ഡാഷ്ബോർഡിന്. നമ്മുടെ ഒരു സീറ്റൊക്കെ നോക്കിയാലും കുറച്ചുകൂടി ഒരു എന്താ പറയുക, കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്നു. ഒരു ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു പ്രീമിയം വണ്ടിയിൽ ഇരിക്കുന്ന ഒരു ഫീൽ നമുക്ക് ഈ ഒരു ഇന്ത്യയുടെ ഡിസൈനിൽ ലഭിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് വീലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതൊരു ടോപ്പ് എൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിവിടെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ അല്ല ഈ ഒരു വണ്ടിയിൽ. അത്യാവശ്യം വേണ്ടുന്ന കൺട്രോൾസും കാര്യങ്ങളെല്ലാം സ്റ്റിയറിംഗിൽ നൽകിയിട്ടുണ്ട്. ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ മാരുതി കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു വുഡൻ ഫിനിഷ് പോലത്തെ ആ ഒരു ഡിസൈൻ നമുക്ക് ഇവിടെയും കാണുന്നുണ്ട്. കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഫീലുണ്ട് ഈ ഒരു സ്റ്റിയറിംഗിൽ പിടിച്ച സമയത്ത് തന്നെ. അത്യാവശ്യം ഒരു സ്ലിം ആയിട്ടുള്ള സ്റ്റിയറിംഗ് ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തതാണ്. കുറച്ചൊരു സ്ലിം ആ ഒരു ഫീൽ ലഭിക്കുന്നുണ്ട്. ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈൻ തന്നെയാണ്. ഫുള്ളി ഡിജിറ്റലൊന്നുമല്ല ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. അത്യാവശ്യം വേണ്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് അതിൽ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സെൻട്രൽ പോർഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്കൊരു AC വെൻസിൻ്റെ ചുറ്റുമായിട്ട് തന്നെ ഒരു ക്രോം പോലത്തെ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ക്രോം എലമെൻ്റ് അല്ലത്, ഒരു അലുമിനിയം പോലത്തെ ഒരു ഡിസൈൻ നമുക്ക് പറയാം. അവിടെ തൊട്ട് താഴോട്ട് കിടക്കുമ്പോൾ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഈ ഒരു വണ്ടിയിൽ നൽകിയിരിക്കുന്നത്. ഫുള്ളി ഒരു ടച്ച് പാനലാണത്. എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക, കുറച്ചുകൂടി ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊണ്ട് കുറച്ചുകൂടി നല്ലതാണ്. കാര്യം ഒരു ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഒരു സൗണ്ട് കൺട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു സ്വിച്ചിൻ്റെ ഒരു കൺട്രോളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു. അതെനിക്ക് തോന്നുന്നു സൗണ്ടിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു സ്റ്റിയറിംഗിൽ തന്നെ നൽകിയിട്ടുണ്ട്. അത് കുറച്ച് നല്ല കാര്യമാണ്. ഒരു 7 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ്. അതിൽ തന്നെ നമുക്ക് കാണാം ഒരു ലോ ഫ്യൂവലിൻ്റെയൊക്കെ ഒരു വാണിംഗ് എല്ലാം കാണുന്നുണ്ട്. തൊട്ട് താഴെടുക്കുമ്പോൾ ആ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ആ ഒരു സ്വിച്ച് എല്ലാം നൽകിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് ചുറ്റുമായിട്ടൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്. നമ്മുടെ ഈ ഒരു വണ്ടി പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. അതൊരു പറയേണ്ട കാര്യമാണ്. പിന്നെ താഴോടക്കം തന്നെ ഒരു ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ USB ഓക്സ് തുടങ്ങിയ ആ ഒരു സ്ലോട്ടെല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെ തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയും നമ്മൾ ഈ ഒരു ഗിയർ ലിവറിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പുതുമയൊന്നും എടുത്ത് പറയാനില്ല. നമ്മൾ മാരുതിയുടെ വണ്ടികളിൽ കണ്ടുവന്നിട്ടുള്ള ഒരു സെയിം രീതിയിലുള്ള ഒരുപാട് നാളുകൊണ്ട് കണ്ടുവരുന്ന ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ്. അതിന് ചുറ്റുമായിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു അലുമിനിയം പോലെ സിൽവർ പോലത്തെയൊക്കെ ഒരു ഡിസൈൻ നൽകിയിട്ടുണ്ട്. ക്രോം എന്ന് പറയാൻ സാധിക്കില്ല ആ ഒരു ഡിസൈനിനെ. ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ ആ ഒരു ഡിസൈൻ, അവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് എനിക്കിത് റിയർ സൈഡിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നെന്ന് തോന്നുന്നു. നമുക്ക് റിയർ സൈഡിലേക്ക് കടക്കുമ്പോൾ നോക്കാം. ഇവിടെ നമുക്ക് ഡ്രൈവർക്ക് ഹാൻഡ് റെസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം നല്ലൊരു പ്രീമിയം രീതിയിൽ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഒരു ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടോപ്പിലേക്ക് കിടക്കുമ്പോൾ ഈ ഒരു ടോപ്പ് നമുക്കൊരു ലൈറ്റ് പോലത്തെ ഒരു കളറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് എന്താ പറയുക, ലൈറ്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് നമുക്കൊരു ലൈറ്റ് നൽകിയിട്ടുണ്ട്. നമുക്കൊരു ഗ്ലോ ബോക്സിലേക്ക് ഒന്ന് നോക്കാം. ഭയങ്കര ഒരു സ്റ്റോറേജ് സ്പേസ് ഒന്നും അവകാശപ്പെടാനില്ല. അത്യാവശ്യം ഭേദപ്പെട്ട ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. നമുക്ക് ഡോക്യുമെൻറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംഫർട്ടായിട്ട് സൂക്ഷിക്കാം. ഞാനിപ്പോൾ ഒരു റിയർ സീറ്റിലിരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ ആ ഒരു ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഡോർ പാനൽ നോക്കിയാലും നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ കണ്ട ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ്. പ്രത്യേകിച്ച് പുതുമായിട്ട് എടുത്ത് പറയത്തേക്ക് ഒന്നും തന്നെയില്ല. ആ ഒരു പവർ വിൻഡോയുടെ സ്വിച്ചും ഒരു ബോട്ടിൽ ഹോൾഡറും അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഈ ഒരു റിയർ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആദ്യം പറയേണ്ടത് നമ്മുടെ ഈ ഒരു ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. നല്ലൊരു കാര്യമാണ്. നമ്മുടെ അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കാർ ഇരുന്നാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് ഈ ഒരു മാരുതിയുടെ വണ്ടിയിൽ ഈ ഒരു വണ്ടിയിൽ മാരുതി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. റിയർ AC വെൻറ്റ് നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 12 വാട്ട്സിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ചാർജൊക്കെ ചെയ്തതിന് ശേഷം. അതുപോലെ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക, റിയർ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് റിയർ പാസഞ്ചർക്ക്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു 3 പേർക്ക് വളരെ അത്യാവശ്യം നല്ല രീതിയിൽ ഭേദപ്പെട്ട രീതിയിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് ലഭിക്കുന്നത്, തല തട്ടുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. എന്തുകൊണ്ടും നല്ലൊരു കംഫർട്ട് തന്നെ ഈ ഒരു അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. ലെഗ് സ്പേസ് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കംഫർട്ടായിട്ട് തന്നെ നമുക്ക് ഈ റിയർ സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ കഴിയുന്നു. റിയർ പാസഞ്ചർക്കും ഒരു നല്ല രീതിയിലുള്ള ഒരു മുൻഗണന മാരുതി ഈ ഒരു ഡിസൈറിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടായിട്ട് റിയർ സീറ്റിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രധാന മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ ഒരു എഞ്ചിനിലാണ്. നമുക്ക് അന്നേരം എഞ്ചിൻ്റെ വിശേഷങ്ങളിലേക്കൊന്ന് കിടക്കാം. അപ്പം നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് ഡീസലിലും അതുപോലെ തന്നെ പെട്രോൾ വേരിയന്റിലും നമുക്ക് ഒരു വണ്ടി അവൈലബിൾ ആയിരുന്നു. എന്നാൽ ഈ ഒരു ഇപ്പോഴത്തെ ഒരു BS6 വന്നപ്പോൾ മാരുതി പൂർണ്ണമായിട്ട് അവരുടെ ഡീസൽ പതിപ്പ് പൂർണ്ണമായിട്ട് നിർത്തലാക്കി. എന്നാൽ ഈ ഒരു മാരുതി എന്തുകൊണ്ടാണ് തങ്ങളുടെ ഡീസൽ പതിപ്പ് നിർത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു അതിശയം തന്നെയാണ്. കാരണം മാരുതിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വാഹനം എന്ന് വെച്ചാൽ ഡീസൽ വേരിയന്റുകളായിരുന്നു ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത്. എന്നാൽ അത് തികച്ചും എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു തീരുമാനം തന്നെയായിരുന്നു ആ ഒരു ഡീസൽ പതിപ്പ് പൂർണ്ണമായിട്ട് നിർത്തിയത്. കാര്യം
നമ്മുടെ ഈ ഒരു ഡീസലായിരുന്നുവെങ്കിൽ ടാക്സി പർപ്പസിനൊക്കെ ഒരുപാട് വണ്ടികൾ നമുക്ക് സെയിലായേനെ. പക്ഷേ ഈ ഒരു പെട്രോളിലേക്ക് കടക്കുമ്പോൾ ആ ഒരു സെയിലിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് പെട്രോൾ പതിപ്പ്. എന്നാൽ മാരുതിയുടെ വണ്ടികൾക്ക് പെട്രോളിലായാലും അത്യാവശ്യം മൈലേജ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ ബാധിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് എഞ്ചിനിലേക്ക് കടക്കുകയാണെങ്കിൽ പുതിയൊരു എഞ്ചിനാണ് മാരുതി ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ എന്താ പറയുക, ഒരു ഫീച്ചേഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു 1.2 ലിറ്റർ ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ മാരുതി കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പവറിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു 89 bhp കരുത്തും അതുപോലെ തന്നെ ഒരു 113 Nm ടോർക്കുമാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഡീസൽ വേരിയൻറ്റ് അവൈലബിൾ അല്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലും മാനുവലിലും നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് അവൈലബിൾ ആണ്. മാനുവലിനെയും കാട്ടി കൂടുതൽ നമുക്ക് മൈലേജ് ലഭിക്കുന്നത് ഓട്ടോമാറ്റിക് പതിപ്പിലാണ്. മാനുവലിൻ്റെ ഒരു മൈലേജിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കൊരു 23.26 കിലോമീറ്ററാണ് നമുക്കൊരു മാനുവലിൻ്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത്. എന്നാൽ ഡീസലിലേക്ക് കടക്കുകയാണ് നമുക്കൊരു 24.12 ആ ഒരു റേഞ്ച് നമുക്ക് മൈലേജ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു 24-23 മൈലേജ് കമ്പനി പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു 21-22 കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാം. എന്നാലും 20 മുതൽ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ എഞ്ചിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡിസയറിൻ്റെ വിശേഷങ്ങൾ. ഫുൾ ഓപ്ഷൻ അല്ല, തൊട്ട് താഴത്തെ വേരിയൻ്റാണിത്. അപ്പോൾ ഞാനീ റിവ്യൂ ചെയ്തിരിക്കുന്നത് എന്താ പറയുക, ഒരുപാട് കീറി മുറിച്ചുകൊണ്ടുള്ള റിവ്യൂ ഒന്നുമല്ല, എല്ലാത്തിലൂടെ കീറി ഇറങ്ങി പോയിട്ടൊന്നുമില്ല. അത്യാവശ്യം ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു റിവ്യൂവിൽ സംസാരിച്ചത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു സാധാരണക്കാരന് പറ്റിയ ഒരു സാധാരണക്കാരൻ്റെ വാഹനം എന്ന് നമുക്ക് ഈ ഒരു ഡിസൈറിനെ വിളിക്കാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു മാരുതി സുസുക്കിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഡിസൈർ തന്നെയാണ്. കാര്യം എനിക്ക് ഇതിനകത്ത് ഇരുന്ന സമയത്തെല്ലാം പക്ഷേ നല്ല രീതിയിലുള്ള കംഫർട്ട് എന്നല്ല, എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് ഈ ഒരു വണ്ടി. മാരുതി ഏറ്റവും മികച്ച ഒരു വണ്ടി തന്നെയാണ് മാരുതി സുസുക്കിയുടെ ഇത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.